നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിൻ്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 29 തിങ്കളാഴ്ചയാണ്. ഗ്ലോബൽ മാർക്കറ്റുകളിൽ യൂറോപ്യൻ മാർക്കറ്റുകൾ വളരെ ശക്തമായി തന്നെയാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തത്. ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന ഫ്യൂച്ചേഴ്സും ശക്തമായ നിലയിൽ തന്നെയാണുള്ളത്. വെള്ളിയാഴ്ചത്തെ ഇൻഫ്ലേഷൻ ഡാറ്റ തന്നെയാണ് മാർക്കറ്റുകൾക്ക് പിന്തുണയായത്. ഏഷ്യൻ മാർക്കറ്റിലേക്ക് വന്നാൽ ജപ്പാൻ മാർക്കറ്റ് നിക്കി 2% മുകളിൽ ട്രേഡ് ചെയ്യുന്നു. എല്ലാ ഏഷ്യൻ മാർക്കറ്റുകളും പോസിറ്റീവിൽ തന്നെയാണ്. ഗിഫ്റ്റ് നിഫ്റ്റിയുടെ കാര്യത്തിലേക്ക് വന്നാൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇന്ന് സൂചിപ്പിക്കുന്നത് 130 മുതൽ 140 പോയിന്റ്സിന്റെ ഒരു ഗ്യാപ്പ് ഓപ്പണിംഗിന് സാധ്യതയുണ്ട് എന്നാണ്. ആദ്യ മണിക്കൂറിൽ തന്നെ ഒരു ഓൾ ടൈം ഹൈ ലെവൽ ടച്ച് ചെയ്യും. അതിനുശേഷം 25,000 എന്ന മാർക്ക് ടച്ച് ചെയ്യാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലുമാണ് ഇന്ന്. ഏതായാലും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം തന്നെയാണ്. ബാങ്കിങ് സെക്ടറിനെ സംബന്ധിച്ച് ഒരു നെഗറ്റീവ് വാർത്ത കൂടി നമ്മളിവിടെ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായി തന്നെ കാണാൻ ശ്രമിക്കുക. മാത്രമല്ല, ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല, വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കാരണം വീഡിയോയ്ക്ക് പൊതുവെ ലൈക്ക് വളരെ കുറവായിരിക്കും. ഇന്നത്തെ ആദ്യത്തെ വാർത്ത, RBI ഡ്രാഫ്റ്റ് നോംസ് കാരണം ബാങ്കുകളുടെ ഏർണിംഗ്സിൽ 4 മുതൽ 11% വരെ കുറവ് വരാൻ സാധ്യതയുണ്ട് എന്നൊരു വാർത്ത വരുന്നു. ബാങ്കുകളുടെ ലിക്വിഡിറ്റി കവറേജ് റേഷ്യോ, അതായത് LCR കണക്കാക്കുമ്പോൾ റീറ്റെയിൽ നിക്ഷേപത്തിന്റെ 5% അധികമായി പിൻവലിക്കാമെന്ന് ബാങ്കുകൾ അനുമാനിക്കണമെന്ന് RBIയുടെ കരട് മാനദണ്ഡം സൂചിപ്പിക്കുന്നു. ഇനി ബാങ്കുകൾക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യം നമുക്ക് ലളിതമായി ഒന്ന് പറയുകയാണെങ്കിൽ, കൂടുതൽ ഉപഭോക്താക്കൾ വേഗത്തിൽ പണം പിൻവലിക്കാനുള്ള സാധ്യതകൾക്കായി ബാങ്കുകൾ തയ്യാറാകണമെന്ന് RBI ആവശ്യപ്പെടുന്നു. ഇതിനർത്ഥം ബാങ്കുകൾ കൂടുതൽ പണം കയ്യിൽ സൂക്ഷിക്കേണ്ടതാണ് എന്നത് തന്നെയാണ്. ഇത് അവരുടെ ലാഭം കുറയ്ക്കുകയും വായ്പ നൽകാനുള്ള അവരുടെ കഴിവ് മന്ദഗതിയിലാക്കുകയും ചെയ്യും എന്നാണ് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ, വായ്പ വളർച്ച മന്ദഗതിയിലാവുകയും നിക്ഷേപങ്ങൾ വർദ്ധിക്കുകയും ചെയ്യുന്നത് ഉയർന്ന പലിശ നിരക്ക് നൽകേണ്ടി വരുന്നതിനാൽ ബാങ്കുകളുടെ വരുമാനം 4 മുതൽ 11% വരെ കുറയുമെന്നാണ് ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. ഈ ഒരു വാർത്തയുടെ ഇമ്പാക്റ്റ് ഇന്ത്യൻ ബാങ്കുകളിൽ എത്തരത്തിലായിരിക്കും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അടുത്തതായി ഒല ഇലക്ട്രോണിക്സുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. ഭുവിഷ് അഗർവാളിന്റെ നേതൃത്വത്തിലുള്ള ഒല ഇലക്ട്രോണിക് ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു IPO തന്നെയാണ്. സോഫ്റ്റ് ബാങ്കിന്റെ പിന്തുണയോടെയുള്ള ഇലക്ട്രോണിക് സ്കൂട്ടർ നിർമ്മാതാക്കളായ ഒല ഇലക്ട്രോണിക് അതിന്റെ IPO ഓഗസ്റ്റ് 2-ന് റീറ്റെയിൽ സബ്സ്ക്രിപ്ഷൻ ആരംഭിക്കും. റീറ്റെയിൽ സബ്സ്ക്രിപ്ഷൻ ക്ലോസ് ചെയ്യുന്നത് ഓഗസ്റ്റ് 6-നാണ്. ഏതായാലും കഴിഞ്ഞ വർഷങ്ങളിലെ അവരുടെ ഫിനാൻഷ്യൽ പെർഫോമൻസും അതുപോലെ സെയിൽസും എല്ലാം നല്ല രീതിയിൽ തന്നെയാണ് ഒരു ഗ്രോത്ത് വന്നിരിക്കുന്നത്. നല്ലൊരു കമ്പനി തന്നെയാണ് ഇപ്പോൾ IPOയുമായി രംഗത്ത് വരുന്നത്. അടുത്തത് അൾട്രാടെക് സിമെന്റുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. ആദിത്യ ബിർള ഗ്രൂപ്പിന്റെ ഭാഗമായ അൾട്രാടെക് സിമെന്റ് N ശ്രീനിവാസൻ ആൻഡ് അസോസിയേറ്റ്സിൽ നിന്നും 3,954 കോടി രൂപയ്ക്ക് ഇന്ത്യ സിമെന്റിന്റെ 32.72% ഓഹരികൾ ഏറ്റെടുക്കുന്നു. ഏറ്റെടുക്കലിനും ഓപ്പൺ ഓഫറിനും ശേഷം ബിർളാസിന് ഇന്ത്യ സിമെന്റ്സിൽ 55.49% ഓഹരികൾ ഉണ്ടായിരിക്കും. അടുത്തതായി പുറത്തു വന്ന ക്വാർട്ടർലി ഏർണിംഗ്സുകളിലേക്കാണ്. ആദ്യം ICICI ബാങ്ക് നെറ്റ് പ്രോഫിറ്റിൽ ഇയർ ഓൺ ഇയറിൽ 14.6% വർധനവ് രേഖപ്പെടുത്തി 11,059 കോടി രൂപയിലാണ് ഇപ്പോൾ നെറ്റ് പ്രോഫിറ്റ് ഉള്ളത്. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ 7.3% വർധനവ് YoY ഉണ്ടായിരിക്കുന്നു. നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ അതിലൊരു ഇടിവാണ് സംഭവിച്ചിരിക്കുന്നത്. 4.36% ഇപ്പോൾ ഉള്ളത്. ഗ്രോസ് NPAയിൽ ഒരു ഇടിവ് വന്നപ്പോൾ നെറ്റ് NPA ഉയരുകയാണ് ചെയ്തത്. ഏതായാലും പ്രോഫിറ്റിൽ 14.6% വർധനവ് രേഖപ്പെടുത്തിയത് എക്സ്പെക്ടേഷനെ ബീറ്റ് ചെയ്യുന്ന റിസൾട്ട് തന്നെ ആയിരുന്നു എന്ന് പറയാം. അടുത്തത് ഇൻഡസിൻഡ് ബാങ്ക് ആണ്. നെറ്റ് പ്രോഫിറ്റിൽ 1.3% വർധനവാണ് ഇയർ ഓൺ ഇയറിൽ വന്നിരിക്കുന്നത്. 2,152.2 കോടി രൂപയിലാണ് നെറ്റ് പ്രോഫിറ്റ് ഉള്ളത്. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ 11.1% വർധനവും ഗ്രോസ് NPA 2.02%-ലുമാണ് ഉയർന്നിരിക്കുകയാണ്. നെറ്റ് NPAയിലും വർധനവുണ്ടായിട്ടുണ്ട്. അടുത്തത് REC ലിമിറ്റഡ് ആണ്. നെറ്റ് പ്രോഫിറ്റിൽ 16.6% വർധനവാണ് ഇയർ ഓൺ ഇയറിൽ വന്നിരിക്കുന്നത്. 3,460.2 കോടി രൂപയിലാണ് നെറ്റ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 17.8% വർധനവ് രേഖപ്പെടുത്തി 13,078 കോടി രൂപയിലാണ് ഇപ്പോൾ റവന്യൂ ഉള്ളത്. അടുത്തത് വളരെ നല്ലൊരു റിസൾട്ട് പുറത്തു കൊണ്ടുവന്നത് പഞ്ചാബ് നാഷണൽ ബാങ്ക് ആയിരുന്നു. നെറ്റ് പ്രോഫിറ്റിൽ 159% വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നെറ്റ് പ്രോഫിറ്റ് ഇപ്പോൾ ഉള്ളത് 3,251.5 കോടി രൂപയായിരുന്നു. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 1,255.4 കോടി രൂപ മാത്രമായിരുന്നു നെറ്റ് പ്രോഫിറ്റ് ഉണ്ടായിരുന്നത്. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ 10.2% വർധനവും പ്രൊവിഷൻസിൽ ഒരു ഇടിവ് വന്നതായും ഗ്രോസ് NPAയിൽ ക്വാർട്ടർ ടു ക്വാർട്ടറിൽ ഒരു ഇടിവും അതുപോലെ NPAയിലും നെറ്റ് NPAയിലും ഒരു ഇടിവ് വന്നതായി കാണാം. അടുത്തത് ഡോക്ടർ റെഡ്ഡി ലബോറട്ടറീസ് ആണ്. നെറ്റ് പ്രോഫിറ്റിൽ 1% ഇടിവാണ് വന്നിരിക്കുന്നത്. 1,392 കോടി രൂപയിലാണ് ഇയർ ഓൺ ഇയറിൽ നെറ്റ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 14% വർധനവും എബിറ്റ 1.06% വർദ്ധിച്ചതായും കാണാം.
അടുത്തത് NTPC ആണ്. നെറ്റ് പ്രോഫിറ്റിൽ 10.9% വർധനവ് വന്നിരിക്കുന്നു. 4511 കോടി രൂപയിലാണ് നെറ്റ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 13.5% വർധനവ് ഇയർ ഓൺ ഇയറിൽ വന്നിരിക്കുന്നു. എബിറ്റയിലും 9.5% വർധനവ് വന്നിരിക്കുന്നു. അടുത്തത് IDFC ഫസ്റ്റ് ബാങ്ക് ആണ്. നെറ്റ് പ്രോഫിറ്റിൽ 11% ഇടിവാണ് ഇയർ ഓൺ ഇയറിൽ വന്നിരിക്കുന്നത്. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ 25% വർധനവും പ്രൊവിഷൻസിൽ ഒരു വർധനവും വന്നതായി കാണാം. അടുത്തത് ഇന്റർഗ്ലോബ് ഏവിയേഷൻ. നെറ്റ് പ്രോഫിറ്റിൽ 11.7% ഇടിവാണ് ഇയർ ഓൺ ഇയറിൽ വന്നിരിക്കുന്നത്. റവന്യൂവിൽ 17.3% വർധനവും വന്നിരിക്കുന്നു. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ ഒന്നും തന്നെ ഇല്ല. ഇനി നമ്മുടെ ലൈവ് സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് രാവിലെ 11 മണിയോടുകൂടിയാണ്. 11 മണി മുതൽ 3:30 വരെ യൂട്യൂബ് ലൈവ് ഉണ്ടായിരിക്കും. നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഒരു മെൻറ്ററായി കൂടെ ഇരുന്ന് നമുക്ക് ട്രേഡ് ചെയ്യാൻ കഴിയുന്ന ഒരു അവസരമാണ്. നിരവധി കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു അവസരം കൂടിയാണ്. എല്ലാവരും അത് വിനിയോഗിക്കാൻ ശ്രമിക്കുക. ഇതുകൂടാതെ നമ്മുടെ സ്റ്റുഡൻസിന് നമ്മുടെ ലൈവ് കാണാൻ സാധിക്കുന്നില്ല, നമ്മുടെ എഡ്യൂക്കേഷണൽ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ തൊട്ട് താഴെ ഇവിടെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ചതിന് ശേഷം ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി വരാനിരിക്കുന്ന ആഴ്ചയിലെ പ്രധാനപ്പെട്ട ഇവൻസുകളിലേക്കാണ്. കഴിഞ്ഞ ആഴ്ച മുഖ്യമായ ഒരു ആഴ്ച തന്നെയായിരുന്നു. കാരണം ബഡ്ജറ്റ്, അതിനുശേഷമുള്ള പോസ്റ്റ് ബഡ്ജറ്റിൽ നമ്മൾ ഒരു ചെറിയൊരു കറക്ഷനും അതിനുശേഷം വലിയൊരു റാലിയൊക്കെ കണ്ടു. അപ്പോൾ ഈ ആഴ്ച എന്തൊക്കെ ഇവൻസ് ആണെന്ന് നോക്കാം. തിങ്കളാഴ്ച ജൂലൈ 29-ന് UK കൺസ്യൂമർ ക്രെഡിറ്റ് ഡാറ്റയാണ് പുറത്തു വരുന്നത്. ചൊവ്വാഴ്ച ജൂലൈ 30-ന് യൂറോ ഏരിയ GDP ഗ്രോത്ത് റേറ്റ് പുറത്തു വരും. യൂറോ ഏരിയ കൺസ്യൂമർ കോൺഫിഡൻസ് ഡാറ്റ അന്നേ ദിവസം തന്നെയാണ്, ചൊവ്വാഴ്ചയാണ്. ബുധനാഴ്ച ജൂലൈ 31-ന് യൂറോ ഏരിയ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഡാറ്റയും യൂറോ ഏരിയ കോർ ഇൻഫ്ലേഷൻ ഡാറ്റയും റേറ്റും പുറത്തു വരും. ഇനി വ്യാഴാഴ്ച ഓഗസ്റ്റ് 1-ന് ഇന്ത്യ മാനുഫാക്ചറിംഗ് PMI ഡാറ്റ, UK മാനുഫാക്ചറിംഗ് PMI ഡാറ്റ, UK ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ, US ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിംസ് എന്നിവ പുറത്തു വരും. വെള്ളിയാഴ്ച ഓഗസ്റ്റ് 2-ന് ഇന്ത്യൻ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് ഡാറ്റ പുറത്തു വരും. US അൺഎംപ്ലോയ്മെന്റ് റേറ്റ് പുറത്തു വരും. ഇനി ഈ ആഴ്ച പുറത്തു വന്ന പ്രധാനപ്പെട്ട റിസൾട്ടുകൾ കൂടി ഒന്ന് നോക്കണം. ജൂലൈ 29 തിങ്കളാഴ്ച അദാനി വിൽമർ, ACC, ഭാരത് ഇലക്ട്രോണിക്സ്, ഐഡിയ ഫോർജ്, ഇന്ത്യൻ ബാങ്ക്, HPCL, കോൾഗേറ്റ് പാമോലീവ്, ഫൈസർ എന്നീ കമ്പനികളുടെ റിസൾട്ട്. ജൂലൈ 30-ന് ഫോഴ്സ് മോട്ടോഴ്സ്, എക്സൈഡ് ഇൻഡസ്ട്രീസ്, ഗെയിൽ, ഇന്ത്യ മാർട്ട്, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, ജിൻഡാൽ സ്റ്റെയിൻലെസ്, സഫയർ ഫുഡ്സ് എന്നിവയുടെ റിസൾട്ട്. ബുധനാഴ്ച ജൂലൈ 31-ന് അംബുജ സിമൻസ്, ബാങ്ക് ഓഫ് ബറോഡ, ഭാരത് ഹെവി ഇലക്ട്രോണിക്സ്, ക്രോംപ്ടൺ ഗ്രീവ്സ്, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, മാൻകൈൻഡ് ഫാർമ, മാരുതി സുസുക്കി, ഗോദ്രേജ് പ്രോപ്പർട്ടീസ്, ടാറ്റ സ്റ്റീൽ എന്നിവയുടെ റിസൾട്ട്. വ്യാഴാഴ്ച ഓഗസ്റ്റ് 1-ന് ആദിത്യ ബിർള ക്യാപിറ്റൽ, ഡാബർ ഇന്ത്യ, ITC, ടാറ്റ മോട്ടോഴ്സ് എന്നിവയുടേത്. വെള്ളിയാഴ്ച ഓഗസ്റ്റ് 2-ന് റിസൾട്ട് വരുന്ന കമ്പനികൾ ഗ്ലാക്സോ സ്മിത്ത്, LIC ഹൗസിംഗ് ഫിനാൻസ്, ടൈറ്റൻ, സൈഡസ് വെൽനസ് തുടങ്ങിയ കമ്പനികളാണ്. ഈ ആഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് റിസൾട്ട് വരുന്ന കമ്പനികളും അതുപോലെ ഇവന്റ്സുമാണ് നമ്മൾ ഇവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. അടുത്തതായി വെള്ളിയാഴ്ചത്തെ മാർക്കറ്റ് ഹൈലൈറ്റ്സിലേക്കാണ്. നിഫ്റ്റിയും സെൻസെക്സും പുതിയ ഓൾ ടൈം ഹൈസ് ടച്ച് ചെയ്തു. മിഡ് ക്യാപ് ഇൻഡെക്സ് 2 മാസത്തെ ഏറ്റവും ഉയർന്ന നിലയിലെത്തി. ഇൻഡെക്സുകളിൽ താരതമ്യേന അണ്ടർ പെർഫോം ചെയ്തത് ബാങ്ക് നിഫ്റ്റി ആയിരുന്നു. സിപ്ല, ശ്രീറാം ഫിനാൻസ് എന്നിവ Q1 ഏർണിംഗ്സിന് ശേഷം ഉയർന്നു. ഇൻഷുറൻസ് സ്റ്റോക്കുകളിൽ വീണ്ടും ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് കണ്ടു. റിസൾട്ടുകൾക്ക് ശേഷം ടെക്കം 7% ഇടിവ് നേരിട്ടു. ബ്രോക്കേജ് അപ്ഗ്രേഡിനെ തുടർന്ന് അശോക് ലൈലൻഡ് 6% ഉയർന്നു. സെക്കൻഡ് ഇന്ററിം ഡിവിഡൻഡ് പ്രഖ്യാപിച്ചതോടെ വേദാന്ത 4% ഉയർന്നു. നിഫ്റ്റിയിലേക്ക് 24,834-ൽ 428 പോയിന്റ്സ് ഉയർന്നാണ് നിഫ്റ്റി വെള്ളിയാഴ്ച ക്ലോസ് ചെയ്യുന്നത്. നിഫ്റ്റി 2% അടുത്താണ് ഉയർന്നത്. നിഫ്റ്റിയിലെ ഹെവി വെയ്റ്റ് സ്റ്റോക്കുകളിലെ ബൈയിങ് ഇൻട്രസ്റ്റ് നിഫ്റ്റിയുടെ റാലിക്ക് സഹായകമായി. 21 ഡേ EMAയ്ക്ക് മുകളിലായിരുന്നു എന്നത് ബുൾസിനിടയിൽ ഒരു സ്ട്രെങ്ത് നൽകുകയും ചെയ്തു. അതുകൊണ്ട് ഗ്ലോബൽ മാർക്കറ്റുകൾ വീക്കായിട്ട് കൂടി ഇന്ത്യൻ മാർക്കറ്റുകൾ റാലി ചെയ്തു. ഇൻഡെക്സ് 24,500-ന് മുകളിലായി ക്ലോസ് ചെയ്യാൻ സാധിച്ചു എന്നത് ഷോർട്ട് ടേമിലേക്ക് വളരെ പോസിറ്റീവായിട്ട് തന്നെ കാണണം. അടുത്തത് ഡേ ക്യാൻഡിലാണ്. ഒരു സ്ട്രോങ് ബുൾ ക്യാൻഡിലാണ് ഡെയിലി ചാർട്ടിൽ ഫോം ആയിരിക്കുന്നത്. വീക്ക്ലി ക്യാൻഡിൽ വലിയ ലോവർ വിക്കോട് കൂടിയ ഒരു ബുൾ ക്യാൻഡിലാണ് ഫോം ആയിരിക്കുന്നത്. അതായത് ലോവർ ലെവലിൽ നല്ല ബൈയിങ് ഇൻട്രസ്റ്റ് കാണുന്നു എന്നാണ് വീക്ക്ലി ക്യാൻഡിൽ സൂചിപ്പിക്കുന്നത്. ഇതുകൂടാതെ ആവറേജ് വോളിയത്തേക്കാൾ കൂടുതലാണ് വോളിയം എന്നതും ശുഭസൂചന തന്നെയാണ്. അടുത്തതായി കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകൾ. 25,000-ലാണ് കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് ഉള്ളത്. അതിനുശേഷം 25,500 സ്ട്രൈക്കും അതിനുശേഷം 25,100 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 24,500, അതിനുശേഷം 24,000 സ്ട്രൈക്കും അതിനുശേഷം 24,400 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന സ്ട്രൈക്ക് 25,000-ആണ്. ഒരു റെസിസ്റ്റൻസ് ആയി ആക്ട് ചെയ്യാൻ സാധ്യതയുള്ളത് ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം 25,000-ആണ്. സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 24,500. അടുത്തതായി ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും പ്രധാനപ്പെട്ട സ്ട്രൈക്കുകളിൽ വന്ന വ്യത്യാസങ്ങൾ പരിശോധിക്കാം. ആദ്യം ATM സ്ട്രൈക്കായ 24,850-ൽ
6025% വർധനവ് പുട്ട് സൈഡിൽ കാണാം. ഒരു ശക്തമായ ലോങ് ബിൽഡപ്പാണ്, അതിശക്തം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അടുത്തത് കോൾ സൈഡിൽ വെറും 206% വർധനവ്, ഒരു ചെറിയ ഷോർട്ട് ബിൽഡപ്പ് മാത്രമാണ്. 24,800 സ്ട്രൈക്കിൽ 3064% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ് തന്നെയാണ്, ശക്തമായ ലോങ് ബിൽഡപ്പ്. 66% വർധനവ് ഒരു ചെറിയ ഷോർട്ട് ബിൽഡപ്പാണ്. 24,900 സ്ട്രൈക്കിൽ 1668% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ്. കോൾ സൈഡിൽ 75% മാത്രം വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പും കാണാം. ഈ 3 സ്ട്രൈക്കുകളും കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിനെ മുകളിലേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള പുട്ട് സെല്ലേഴ്സ് നല്ല സ്ട്രോങ് ആയി നിൽക്കുന്നു എന്ന് ഒരു സംശയവും കൂടാതെ പറയാൻ കഴിയും. ബാങ്ക് നിഫ്റ്റിയിലേക്ക് 51,295 400 പോയിന്റ്സ് ഉയർന്നാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും നിഫ്റ്റിയും സെൻസെക്സും എല്ലാം ഔട്ട് പെർഫോം ചെയ്തപ്പോൾ ബാങ്ക് നിഫ്റ്റി മാത്രമാണ് കുറച്ച് മങ്ങിയ പ്രകടനം നടത്തിയത്. ബാങ്ക് നിഫ്റ്റി 50 EMAയ്ക്ക് മുകളിലായി ക്ലോസ് ചെയ്തു എന്നത് ഒരു പോസിറ്റീവായിട്ട് തന്നെ കാണണം. ഇത് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഒരു ബുള്ളിഷ് റിവേഴ്സൽ ആവാനുള്ള ഒരു സൂചന കൂടിയാണ്. കാരണം വരും സെഷനുകളിൽ നമുക്കത് വിലയിരുത്താനും കഴിയും. അടുത്തതായി മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ ബാങ്ക് നിഫ്റ്റിയുടെ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകൾ 53,000 കോൾ സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് ഉള്ളത്. അതിനുശേഷം 52,000 സ്ട്രൈക്കും അതിനുശേഷം 52,500 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 49,500 ആണ്. അതിനുശേഷം 50,000 സ്ട്രൈക്കും അതിനുശേഷം 51,000 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 51,000-ഉം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 52,000-ഉമാണ്. ഇന്ത്യ വിക്സിലേക്ക്. ഇന്ത്യ വിക്സ് വെള്ളിയാഴ്ച ഇടിയുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. 12.25-ൽ 2.93% ഇടിഞ്ഞാണ് ഇന്ത്യ വിക്സ് ക്ലോസ് ചെയ്യുന്നത്. ഗ്ലോബൽ മാർക്കറ്റ് സെഗ്മെന്റിൽ ആദ്യം FIDA ആക്ടിവിറ്റിയാണ്. FIS 2,546 കോടി രൂപയ്ക്കാണ് വെള്ളിയാഴ്ച ബൈ ചെയ്തത്. അതായത് ബൈയിങ്ങിലേക്ക് തിരിച്ചു വന്നു എന്നത് പോസിറ്റീവായിട്ട് തന്നെ കണക്കാക്കണം. DIS 2,774 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. US മാർക്കറ്റിലേക്ക്. വാൾസ്ട്രീറ്റിലെ പ്രധാന സൂചികകൾ വെള്ളിയാഴ്ച ഉയർന്നാണ് ക്ലോസ് ചെയ്തത്. നിക്ഷേപകർ ടെക് മെഗാ സ്റ്റോക്കുകളിലേക്ക് മടങ്ങിയെത്തി എന്നാണ് വെള്ളിയാഴ്ച കാണാൻ കഴിഞ്ഞത്. കൂടാതെ വെള്ളിയാഴ്ച പുറത്തു വന്ന പണപ്പെരുപ്പ് ഡാറ്റ ഫെഡറൽ റിസർവ് ഉടൻ പലിശ നിരക്ക് കുറയ്ക്കാൻ തുടങ്ങും എന്ന ശുഭാപ്തി വിശ്വാസം ഉയർത്തി. ഡൗ ജോൺസ് 1.64% ഉയർന്നു. S&P 500 1.11% നേട്ടത്തിലും നാസ്ഡാക്ക് 1.02% ഉയർന്നുമാണ് ക്ലോസ് ചെയ്യുന്നത്. മാഗ്നിഫിസന്റ് 7 എന്ന് വിളിക്കപ്പെടുന്ന സ്റ്റോക്കുകളിൽ 5 സ്റ്റോക്കുകളാണ് വെള്ളിയാഴ്ച ഉയർന്നത്. മെറ്റ പ്ലാറ്റ്ഫോംസ് 2.7% ഉയർന്നു. ഗൂഗിൾ, ടെസ്ല എന്നിവ ഇടിയുകയും ചെയ്തു. ഈ ആഴ്ച മാർക്കറ്റിൻ്റെ ഒരു സെൻറ്റിമെൻറ്റ് തീരുമാനിക്കുന്നത് ആപ്പിൾ, മൈക്രോസോഫ്റ്റ്, ആമസോൺ, മെറ്റ എന്നീ മുൻനിര കമ്പനികളുടെ റിസൾട്ടുകൾ തന്നെയാണ്. കഴിഞ്ഞ ആഴ്ചയിലെ മാർക്കറ്റിൻ്റെ പ്രകടനം ഒന്ന് വിലയിരുത്തി കഴിഞ്ഞാൽ S&P 500 0.8% ഇടിഞ്ഞു. നാസ്ഡാക്ക് 2.1% ഇടിഞ്ഞു. ഡൗ ജോൺസ് 0.8% നേട്ടമുണ്ടാക്കി. റസൽ 2000 സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് 3.5% ഉയരുകയും ചെയ്തു. അടുത്തതായി LSEG ഡാറ്റ പ്രകാരം 25 ബേസിസ് പോയിന്റ്സ് റേറ്റ് കട്ടിനുള്ള സാധ്യത ഏകദേശം 88%. ഇത് ഇൻഫ്ലേഷൻ ഡാറ്റയ്ക്ക് ശേഷമുള്ള ഡാറ്റയാണ്, അതായത് PCE ഡാറ്റയ്ക്ക് ശേഷം. സെക്ടറുകളിൽ വെള്ളിയാഴ്ച നേട്ടമുണ്ടാക്കിയത് ഇൻഡസ്ട്രിയൽ സെക്ടറും മെറ്റീരിയൽ സെക്ടറുമാണ്. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനത്തിലേക്കാണ്. ആദ്യം ഫോക്കസിലുണ്ടായിരുന്ന ടെക് സെക്ടർ തന്നെയായിരുന്നു. ഇൻഫോസിസ് 3.54% ഉയർന്നത്. വിപ്രോ 2.99% ഉയർന്നു. ICICI ബാങ്ക് 1.83% ഉയർന്നപ്പോൾ HDFC ബാങ്ക് 0.73% ഉയർന്നു. മേക്ക് മൈ ട്രിപ്പ് 3% നേട്ടമുണ്ടാക്കി. ഡോക്ടർ റെഡ്ഡി 0.47% ഉയരുകയും ചെയ്തു. ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന US മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് പോസിറ്റീവിൽ തന്നെയാണ്. ഡൗ ജോൺസ് 0.33% നേട്ടത്തിലും S&P 500 0.41% നേട്ടത്തിലും ട്രേഡ് ചെയ്യുന്നു. യൂറോപ്യൻ മാർക്കറ്റുകൾ. യൂറോപ്യൻ വിപണിയും വെള്ളിയാഴ്ച പോസിറ്റീവിൽ തന്നെയാണ് ക്ലോസ് ചെയ്തത്. UK മാർക്കറ്റ് FTSE 1.21% നേട്ടത്തിലും ജർമ്മൻ മാർക്കറ്റ് ഡാക്സ് 0.65% നേട്ടത്തിലും ഫ്രാൻസ് മാർക്കറ്റ് CAC 1.22% നേട്ടത്തിലുമാണ് ക്ലോസ് ചെയ്യുന്നത്. പാൻ യൂറോപ്യൻ സ്റ്റോക്ക് 600 0.9% ഉയർന്നു. അവിടെ കൺസ്ട്രക്ഷൻ ആൻഡ് മെറ്റീരിയൽ സ്റ്റോക്കുകളാണ് നേട്ടമുണ്ടാക്കിയത്. 1.8% ഉയർന്നു. ഹൗസ് ഹോൾഡ് സെക്ടറുകൾ 1.7%-ഉം ട്രാവൽ സ്റ്റോക്കുകൾ 1.6%-ഉം ഉയർന്നു. ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന യൂറോപ്യൻ മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് ഡാക്സ് 0.40% നേട്ടത്തിൽ, CAC 0.22% നേട്ടത്തിൽ, FTSE 0.11% നേട്ടത്തിലും ട്രേഡ് ചെയ്യുന്നു. ഏഷ്യൻ മാർക്കറ്റുകൾ. ഏഷ്യ പസഫിക് വിപണികൾ തിങ്കളാഴ്ച ഉയർന്നാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ജപ്പാന്റെ നിക്കി 225 കഴിഞ്ഞ വെള്ളിയാഴ്ച അവസാനിച്ച US പണപ്പെരുപ്പ ഡാറ്റയ്ക്ക് ശേഷം ഉയർന്നാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. 2% നേട്ടത്തിലാണ്. മാത്രമല്ല ഏഷ്യൻ മാർക്കറ്റുകളെ ലീഡ് ചെയ്യുന്നതും ഇപ്പോൾ ജപ്പാൻ മാർക്കറ്റ് നിക്കി തന്നെയാണ്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക് വന്നാൽ ആദ്യം ഇപ്പോൾ ലീഡ് ചെയ്യുന്ന നിക്കി മാർക്കറ്റിലേക്ക് തന്നെ വരാം. 2.69% ഉയർന്നാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്.
കോസ്പി മാർക്കറ്റ് 1.53% നേട്ടത്തിൽ, തായ്വാൻ മാർക്കറ്റ് 1.31% നേട്ടത്തിൽ, സിംഗപ്പൂർ മാർക്കറ്റ് 0.68% നേട്ടത്തിലും ട്രേഡ് ചെയ്യുന്നു. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഉള്ളത് 25,000 മുകളിലാണ്, 25,048 എന്ന നിലയിലാണ്. അതായത് ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ നമുക്ക് ഒരു 130 മുതൽ 140 പോയിന്റ്സിന്റെ ഒക്കെ ഒരു വലിയ ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. പുതിയൊരു ഓൾ ടൈം ഹൈ ലെവലിൽ തന്നെയായിരിക്കും നിഫ്റ്റി ഇന്ന് ഓപ്പൺ ചെയ്യുന്നത്. അത്തരത്തിലാണെങ്കിൽ 25,000 ഇന്ന് ടച്ച് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലുമാണ്. ഓയിൽ പ്രൈസുകൾ. ചൈനയിലെ ഡിമാൻഡിനെ കുറിച്ചുള്ള ആശങ്കകൾ US ശക്തമായ സാമ്പത്തിക വളർച്ചയെ മറികടക്കുന്നതിനാൽ US ക്രൂഡ് ഓയിൽ വെള്ളിയാഴ്ച 1% ഇടിയുകയാണ് ചെയ്തത്. ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് $80.61 പെർ ബാരൽ എന്ന നിലയിൽ 0.41% നേട്ടത്തിൽ. WTI ഉള്ളത് $77.36 പെർ ബാരൽ എന്ന നിലയിൽ 0.26% നേട്ടത്തിൽ ട്രേഡ് ചെയ്യുന്നു. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകൾ ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, ഫിനാൻഷ്യൽ എക്സ്പ്രസ്, ET Now തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്. ഒരിക്കലും അത് റെക്കമെൻഡേഷൻ ആയിട്ട് ആരും തന്നെ എടുക്കരുത്. എങ്കിൽ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.